ഗൈസ്, അപ്പോ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സത്യത്തിൽ വീട്ടില് ഞാനും അമ്മ മാത്രമേ ഉള്ളൂ. കാരണം അവള് രാവിലെ ജോലിക്ക് പോയി പതിവ് പോലെ. അത് കഴിഞ്ഞ് അതിന് മുമ്പായിട്ട് അച്ഛൻ രാവിലെ 5:15 ട്രെയിനിന് നേരെ ചെങ്ങന്നൂരിന് പോയിട്ടുണ്ട്. 5:15 അല്ല, 6:40 ട്രെയിനിന് നേരെ ചെങ്ങന്നൂർ പോയിട്ടുണ്ട്. 6:40 ശബരി ഉണ്ടല്ലോ. അപ്പോൾ അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ടിങ്ങ് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവരെ അവിടെ നിർത്തിയാൽ ശരിയാകത്തില്ല. കാരണം ഇപ്പൊ ഈ അസുഖവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രായമൊക്കെ ആയില്ലേ. അപ്പൊ ഇനി കംപ്ലീറ്റ് ആയിട്ട് തിരുവനന്തപുരത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ കുറെ പരിപാടികളുണ്ട്. അവിടെ ചെന്നിട്ട് ഗ്യാസിന്റെ കുറച്ച് കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ പിന്നെ വിഡ്രോ ചെയ്യണം. അത് അവിടെ കൊടുത്തിട്ട് ഈ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഗ്യാസിന്റെ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ പരിപാടികളാണ്. അത് കൂടാതെ പിന്നെ നമ്മുടെ കേബിള്, അതേപോലെ നെറ്റിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇന്നിപ്പോ രാവിലെ ചെങ്ങന്നൂരിന് പോയിട്ടുണ്ട്. എന്തായാലും ആശാൻ അവിടെ എത്തി. ഇപ്പൊ സമയം ഏതാണ്ട് 11 മണിയായി. അപ്പൊ അച്ഛൻ ഏകദേശം ഒരു 8:30 മണി ഒക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തി. എന്നിട്ട് അവിടുത്തെ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ പണികളാണ്. ഇനിയിപ്പോ നാളെ രാവിലെ ഞാനും കൂടെ അങ്ങോട്ട് പോകും. കാര്യം നാളെ രാവിലെ ഞാനൊരു 5 മണിക്ക് കാറിന് പോകും. നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു വണ്ടിയൊക്കെ ഇടപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ 407 പോലത്തെ ഒരു വണ്ടി ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നേരെ പോയിട്ട് അവിടെ ചെന്ന് സാധനങ്ങളെല്ലാം പറക്കി നേരെ വണ്ടിക്ക് എത്തിടുക. എന്നിട്ട് നേരെ തിരിച്ചിഞ്ഞു പോരുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നെ നാളെ വെളുപ്പിനെ ഞാനും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം അച്ഛനെ ഒറ്റയ്ക്ക് അവിടെ നിർത്തി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പൊ ഞാനും കൂടെ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റെയിൽവേയുടെ പാലം പണി. അത് ഞാൻ ഏകദേശമൊക്കെ ഒന്ന് കാണിച്ചൊക്കെ വന്നപ്പോഴത്തേനാണ് അസുഖവും കാര്യങ്ങളൊക്കെ. ഞാൻ ഇതിന്റെ അപ്ഡേഷൻ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷെ അപ്ഡേഷൻ പിന്നീട് അങ്ങോട്ട് തരാൻ പറ്റിയില്ല. ഏകദേശം 1-2 വീഡിയോയിലുണ്ടായിരുന്നു അല്ലേ. പിന്നീട് അങ്ങോട്ട് തരാൻ പറ്റിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ റെയിൽവേയുടെ അപ്ഡേഷനും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് വീട്ടില് ഞാനും നമ്മുടെ അമ്മ മാത്രമേ ഉള്ളൂ. അവള് നേരെ ജോലിക്ക് പോയി, അച്ഛൻ നേരെ ചെങ്ങന്നൂരിനും പോയി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്തോ ഞങ്ങൾ രണ്ടുപേരും ബെല്ലക്കൊട്ടനും. അമ്മയ്ക്ക് ഇപ്പം ബെല്ലക്കൊട്ട ഹീറോ ആയിരിക്കുക. അമ്മയ്ക്ക് ബെല്ലക്കൊട്ടനെ പറയാതിരുന്നപ്പോഴത്തേനൊരു വിഷമം. അപ്പം നമുക്ക് നേരെ റെയിൽവേയുടെ പാലം പണിയുടെ അപ്ഡേഷൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വീണ്ടില്ലേ, ഏകദേശം ഈ ഭാഗത്തെ പണി ഏകദേശം തീർന്നെന്നല്ല, ഈ പൈലിങ്ങിന്റെ പരിപാടികൾ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇങ്ങനെ കണ്ടില്ലേ, അവിടെ ക്രെയിൻ വെച്ചിട്ട് കുറെ വലിയ കട്ടകള് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. വലിയ സിമന്റ് കോൺക്രീറ്റ് കട്ടകള് അവിടെ ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട്. കണ്ടോ? അയ്യോ, കണ്ട ക്രെയിൻ വന്നിട്ടുണ്ട്. അതെ, ഇപ്പം അത് ഇറക്കാൻ തുടങ്ങുക. ഇപ്പം ഞാൻ അത് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ അതുകൊണ്ട് അപ്പുറത്തുണ്ട്. ആ സൈഡിൽ കട്ടകൾ മൊത്തം ഇറക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ കേട്ടോ. ഈ കോൺക്രീറ്റ് കട്ടകളിൽ തന്നെ അത് പിടിക്കാനുള്ള ഹുക്കും അവരത് പിടിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ കയറൊന്നും കെട്ടിയല്ല ഇത് ഇറക്കുന്നത്. ആ ഹുക്കൂടെ ഇട്ട് തന്നെ അത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആ ഹുക്കയിൽ ഇങ്ങനെ ഇതങ്ങോട്ട് കൊളുത്തിയിട്ട്, ദൈവമേ, രാവിലത്തെ ഇഡലിയുടെ ഏമ്പക്കം കണ്ട. ഇതിന്റെ രസകരമായ ഒരു സംഗതി പറയാൻ, ഞാൻ നേരത്തെ ഇത് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്തോ ഇതുവഴി പോയപ്പോ അത് കണ്ടായിരുന്നേ. ഇവരിത് അടുക്കി വെക്കുന്ന ഇപ്പൊ ഞാൻ കാണിച്ചത് എത്ര കൃത്യമായിട്ടെന്നറിയാവോ. മനുഷ്യന് കൈകൊണ്ടെടുത്ത് വെച്ച ഇത്ര നീറ്റായിട്ടിരിക്കത്തില്ല. ആ ക്രെയിൻ ഓടിക്കുന്ന ആളുടെ ആ ഒരു കഴിവാണ് അത്. കണ്ടോ, കറക്റ്റായിട്ട് അതിനോട് ഒരു കല്ലിരിക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ടുണ്ട് ചേർത്ത് വെച്ചിരിക്കുന്നത്. കണ്ട, കറക്റ്റായിട്ട് ചേർത്തങ്ങ് വെക്കും. ഭയങ്കര എക്സ്പെർട്ട് ഡ്രൈവർമാരായിരിക്കും. ഇതൊക്കെ നല്ല കഴിവ് വേണം കേട്ടോ. ഇതൊക്കെ ഓടിച്ചേ, കഴിവല്ല, പ്രാക്ടീസാണ് ഇത്. ശരി, കഴിവും പ്രാക്ടീസും കൂടെ വേണം, എങ്കിലേ പറ്റുള്ളൂ. എന്നോ മുട്ടക്കാട്ടം കല്ലുകൾ കണ്ടോ. ഈ കല്ലുകളെല്ലാം കൊണ്ടുവന്നുണ്ടല്ലോ. ഏതാണ്ട് ഈ ലോറിയല്ല, എന്നോ വെയിറ്റ് ആയിരിക്കും ഇല്ലേ. ഞാൻ ഇടയ്ക്ക് വെച്ചേ ഈ കരമന വെച്ചിട്ട് ഈ ലോറി കണ്ടായിരുന്നു. അപ്പൊ ഇത് വലിക്കുന്നില്ല. ആ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ശരിക്കും പറഞ്ഞപ്പോ അതൊക്കെ നല്ല സ്ലോയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏകദേശമൊക്കെ ഈ പൈലിങ്ങിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഈ നമ്മുടെ ഇതിന് നേരെ ഓപ്പോസിറ്റിലായിട്ട്
ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നേമം റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്തായിട്ട് ഈ സ്റ്റുഡിയോ റോഡ് വഴി വേറൊരു പാലമുണ്ട്. അപ്പൊ ഇതിലും അപ്ഡേഷൻ ആയിട്ടുണ്ട് ആ പാലം. ആ പാലത്തില് ഏകദേശം എനിക്ക് തോന്നുന്നു അതുകൂട്ട് തന്നെ ഇതിന്റെ പണി നടക്കുന്നത്. പിന്നെ ഇതുവഴി വണ്ടി ഇറങ്ങി അകത്തോട്ട് പോകാൻ ആ മോട്ടറും ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്നിട്ടാണ് ഈ പണി നടന്നത്. നമുക്കിതുവഴി ഒരു നടവഴി ഇട്ടിട്ടുണ്ട് അവരെന്തായാലും ദൈവാധീനത്തിന്. വണ്ടി പോകാൻ വഴിയില്ലെങ്കിലും നടവഴി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവഴി നടന്നങ്ങ് അപ്പുറത്ത് പോവാം. നമ്മൾ കഴിഞ്ഞ എനിക്കൊരു 3-4-5 വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു ഈ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് ഈ പൈലിംഗ് സമയത്ത് എന്തിനാണോ ഈ വെള്ളം ഉപയോഗിക്കുന്നത്? എനിക്കൊന്ന് നനവ് കൊണ്ടേ ഇടിച്ച അടിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് എന്തായാലും ഈ പാലത്തെ കൂടെ അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ ഇപ്പുറത്തെ സൈഡിലെ പണിയെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ അപ്പുറത്തെ സൈഡിലാ പോന്നേ. ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, ഒരു കക്ഷി ആ തൂണിന്റെ മുകളിൽ കയറി നിപ്പുണ്ട്. ആ മുക്കാലുണ്ടല്ലോ, 3 കാലുള്ള അതിന്റെ മുകളിൽ കയറി നിപ്പുണ്ട്. കണ്ടോ ഇവിടെ ആ പൈലിന് നടത്തി വെച്ച് ഇറക്കി വെക്കാനുള്ള കമ്പികളാ, കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള കമ്പികളാ കേട്ടോ. അടിപൊളി. ആണ്ടേ ആശാൻ അതെന്ന് താപ്പോട്ടിറങ്ങുന്നു. പക്ഷേ വേറെ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ അത്രയും കുഴി ഇവിടെ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ മണ്ണിന്റെ ആ ബലം അനുസരിച്ച് ആ കുഴിയുടെ വലിപ്പം കൂടുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ മുകളിലത്തെ മണ്ണ് നല്ല പാരി മണ്ണായിരിക്കും. പാരി മണ്ണെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള മണ്ണായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ചെറിയ കുഴിയ. മറ്റൊതെന്ത് ആഴത്തിലാണ് കുഴി എടുത്തേക്കുന്നത്? അതോ ഇനി ഈ പാലത്തിന്റെ ആ ഒരു ലെവൽ അനുസരിച്ചാണോ കുഴി എടുക്കുന്നതെന്നും അറിയാൻ വയ്യ. അല്ലല്ലോ, പാലത്തിന്റെ ലെവൽ അനുസരിച്ചാണെങ്കിൽ അത് മുകളിൽ വന്നതിന് ശേഷം അത് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ ഇല്ലേ? അല്ലല്ല, ഇതേ മണ്ണിന്റെ ഉറപ്പിന്റെ അനുസരിച്ചാ. എനിക്കൊന്ന് അപ്പുറത്തെ സൈഡിൽ ഉറപ്പ് കുറവുള്ള മണ്ണായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കുഴിക്കണമായിരിക്കും. ഇവിടെ പക്ഷെ അത്രയും വലിയ കുഴിയില്ല. പക്ഷെ അതിന്റെ നേരെ അല്ല വന്നിരിക്കുന്നത്, അതിന്റെ ഏകദേശം കുറച്ചിങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പാലം പഴയ പാലത്തിന്റെ നേരെ പിന്നെ ഇപ്പുറത്തെ ഭാഗത്തായിട്ടല്ല കുഴിച്ചിരിക്കുന്നത്, കുറച്ചിങ്ങോട്ട് മാറിയിട്ടുണ്ട്. ദൈവമേ, സത്യത്തിലേ ഈ 2 ഭാഗവും മാറുകയായിരുന്നെങ്കിൽ ഈ പാലം സത്യം പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ ഈ സ്റ്റുഡിയോ റോഡിലെ പാലം ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് പോയി അതുകൂടെ ഞാൻ കാണിച്ചു തന്നിട്ടേ പോകുന്നുള്ളൂ. കാരണം എന്നറിയോ, ഈ സ്റ്റുഡിയോ റോഡിലെ പാലം വഴി ശരിക്കും യാത്രയുണ്ട്. ഇപ്പോഴത്തെ പഴയ പാലം വഴി യാത്രയുണ്ട്. എന്നിട്ട് പുതിയ പാലം വരുന്നത് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട്. ഇത് പക്ഷേ ഇവിടെ ഈ പാലത്തിന്റെ നേരെ അപ്പുറം ഇപ്പുറം കുഴിക്കുന്നുണ്ടേ. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 2 പാലങ്ങളുടെ കൂടെ സെൻട്രൽ പോർഷനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ പാലവും കാണാം, അതേപോലെ തന്നെ ഇവിടുത്തെ പാലവും കൃത്യമായിട്ട് കാണാം. കണ്ടില്ലേ? അപ്പോൾ ഏകദേശം അവിടുത്തെ പാലം പണി, അതായത് നമ്മൾ ഈ സ്റ്റുഡിയോ റോഡിൻ്റെ ഇവിടുത്തെ പാലം പണി ഏകദേശമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂർത്തീകരിച്ചെന്നല്ല, അതിൻ്റെ ഇതിനേക്കാൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ പാലത്തിൽ ഇങ്ങനെ കുഴിയെടുത്തിട്ടിരിക്കുന്നതും അവിടുത്തെ ഏകദേശമൊക്കെ സ്ട്രക്ചറലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നേരെ അവിടെ ചെന്നിട്ട് അതിൻ്റെ പണിയും കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. ഇവിടെ അതേ രീതി പണിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടേക്കുന്നത്. ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. ദാണ്ട കണ്ടില്ലേ, ഇതാണ് ഇപ്പുറത്തെ പാലം, സ്റ്റുഡിയോ റോഡിന്റെ ഇവിടുത്തെ. ഇതുപോലെ സ്ക്വയറില് പിന്നെ കോൺക്രീറ്റ് ഇറക്കി അതിനകത്ത് കണ്ടില്ലേ കമ്പികളൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അതിനും ഇങ്ങനെ മേപ്പോട്ട് വന്നിട്ടാണ് പാലം ഇനിയും സ്ട്രക്ചറിൽ വരുന്നത്. അപ്പുറത്തേത് ഇതുപോലെ തന്നെ കണ്ടോ, അപ്പുറത്തേത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടെ നിന്ന് കണ്ടോ, ഇതിന്റെ ഏറ്റവും വലിയ ഇപ്പുറത്തെ പാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഗതാഗതം തടസ്സപ്പെടുത്താതാ അവർ ഈ പാലം പണി നടത്തുന്നത്. കാരണം ഇത് ഒരുമാതിരി മെയിൻ റോഡാണ്. അപ്പം അതുകൊണ്ട് നേരെ ഇപ്പുറത്തെ സൈഡിൽ ഒരു പാലം പണിഞ്ഞതിന് ശേഷമായിരിക്കാം അത് പൊളിക്കുന്നത്. ഇനി പൊളിക്കുമെന്തോ. ഈ സത്യത്തിലുണ്ടല്ലോ, ഈ ഇപ്പുറത്തെ പാലം പൊളിക്കാതിരുന്ന, ഈ പഴയ പാലം പൊളിക്കാതിരുന്നാൽ ശരിക്കും നല്ല വീതിയിൽ വരും കേട്ടോ. പാലത്തിന്റെ അവിടെ നല്ല വീതി കിട്ടും. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ, ഇവിടെ ഈ പാലത്തിന്റെ വന്നിട്ട് ഈ സംഗതിയാണ് ഇതിന്റെ നേരെ മുകളിൽ വെക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ആ പ്ലേറ്റ് ഇത് ശരിക്കും സ്റ്റീൽ പ്ലേറ്റുകളാണ്.
ഈ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിന് മുകളിലായിരിക്കും ടാർ ചെയ്യുന്നത്. എന്തോ അതിനായിരിക്കും ഇത് കൊണ്ട് ഇറക്കി ഇട്ടേക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ നേരെ നൂത്തങ്ങ് വെച്ചാൽ മതിയല്ലോ. ടങ്കടാങ്. ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോ കണ്ട ഒരു കീരി. അയ്യോ കൊള്ളാം. വാ, എന്നെ കണ്ടിട്ട് പേടിയൊന്നുമില്ല കേട്ടോ, അനങ്ങോതെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ റെയിൽവേ പാലം പണിയുടെ പുതിയ അപ്ഡേഷൻസും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും പല വീഡിയോകളിലും നമുക്ക് കാണേണ്ടി വരും. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ പണി കുറേ കാലം എടുക്കും തീരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ സമയം എടുക്കും ഇതിൻ്റെ പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു വരാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 4 പാലങ്ങളാണ് ശരിക്കും തമ്പാനൂരിനും നേമത്തിനും ഇടയ്ക്കായിട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.